വട്ടപൂജ്യത്തിൽ നിന്ന് ഭൂമി കണ്ട ഏറ്റവും വലിയ ധനികൻ ഇലോൺ മസ്ക്. ഒരു പേരല്ല, അത്ഭുതമാണ്. ഒരിക്കൽ അയാൾ പരിഹാസച്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അവരുടെ കാറുകൾ കണ്ടിട്ടുണ്ടോ? ചൈനയിൽ വെച്ച് തന്നെ ഇല്ലാതായി പോകാതിരിക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അവർ ഒരിക്കലും ഞങ്ങൾക്ക് എതിരാളികളല്ല. ഒരഭിമുഖത്തിൽ ചൈനയിൽ പുതുതായി ഉയർന്നു വന്ന ഇലക്ട്രിക് കാർ കമ്പനി തങ്ങൾക്കൊരു മത്സരമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇലോൺ മസ്കിന്റെ പൊട്ടിച്ചിരിച്ച മറുപടിയായിരുന്നു അത്. എന്നാൽ ആ ചിരിക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മങ്ങലേറ്റു. ബിസിനസ് ലോകത്തെ ലോക കോടീശ്വരനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഒരു ചൈനീസുകാരൻ, അതും മസ്കിന്റെ തുറുപ്പ് ചീട്ടായ ഇലക്ട്രിക് വാഹനങ്ങളിൽ തന്നെ. ചൈനയിൽ വെച്ച് തന്നെ ഒതുങ്ങുമെന്ന് മസ്ക് പ്രവചിച്ച ആ കമ്പനി പിന്നീട് എതിരാളികളില്ലാതെ വളർന്ന് പന്തലിച്ച ഇലോൺ മസ്കിന്റെ ടെസ്ലയെ മുട്ടുകുത്തിച്ച് 1-ാം സ്ഥാനത്തേക്കെത്തി ലോകത്തിന്റെ നെറുകയിൽ മുത്തമിട്ടപ്പോൾ മസ്കിൻ അന്ന് പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നു. അവരുടെ കാറുകൾ ഞാൻ പറഞ്ഞതിൻ്റെ അത്ര മോശമല്ല. പറഞ്ഞു വരുന്നത് ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയായ BYD കുറിച്ചാണ്. BYD ചൈനീസ് കാർ എന്ന പരിഹാസങ്ങളിൽ നിന്ന് ലോകത്തിലെ 1-ാം നമ്പർ ഇലക്ട്രിക് വാഹന കമ്പനി എന്ന ചോദ്യത്തിന് BYD എന്ന 3 അക്ഷരം ഉത്തരവായി മാറിയതിന് പിന്നിൽ വാങ് ചുവാങ് ഫു എന്ന ചൈനീസുകാരന്റെ ബിസിനസ് ബുദ്ധിയും ദൃഢനിശ്ചയവുമാണ്. മൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണങ്ങളിൽ ഒതുങ്ങിയ അവരുടെ വൈദഗ്ധ്യം പിന്നീട് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം എന്ന തലത്തിലേക്ക് വളർന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തന്നെ മാതാപിതാക്കളെ നഷ്ടമായി. തുടർന്ന് ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. സ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം ബീജിംഗ് നോൺ ഫെറസ് മെറ്റൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. പഠനത്തിന് ശേഷം വാങ് ചൈനയിലെ ഷെൻഷൻ കേന്ദ്രമായി 1995-ൽ BYD ആരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ BYD ബാറ്ററികൾ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ബാറ്ററികളുടെ ഓട്ടോ മേഖലയിലെ സാധ്യതകൾ വാങ് തിരിച്ചറിഞ്ഞു. 2003-ൽ കടക്കണിയിലായ വിൻചുവാൻ എന്ന കാർ കമ്പനിയെ BYD $38 മില്യൺ വാങ്ങി. അന്ന് അയാൾക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. താൻ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും ബിസിനസ് നഷ്ടം വരുമെന്ന വിമർശനങ്ങളും ഉയർന്നു. എന്നാൽ വാങ് ചുവാങ് ഫുവിന് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്നു. വാഹനങ്ങളുടെ ഭാവി ഇലക്ട്രിക് ബാറ്ററികളാണെന്ന് വാങ് വിശ്വസിച്ചു. ബാറ്ററി നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കാർ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്നിപ്പിച്ചാൽ അതിലൊരു മഹാവിജയം കണ്ടെത്താൻ കഴിയുമെന്ന് വാങ് വിശ്വസിച്ചു. 2008-ൽ BYD F3DM എന്ന ലോകത്തിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാർ പുറത്തിറക്കിയതോടെ ടെസ്ലയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനല്ല BYDയുടെ ആദ്യത്തെ ചുവടുവയ്പ്പിന് അതൊരു വഴിയൊരുക്കി. 2008-ൽ അമേരിക്കൻ നിക്ഷേപകനായ സാക്ഷാൽ വാറൻ ബഫറ്റ് BYDയിൽ $230 മില്യൺ നിക്ഷേപിച്ചതോടെ കളിമാറി. ബഫറ്റിന്റെ പിന്തുണയോടുകൂടി BYD ആഗോളതലത്തിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. BYDയുടെ വിലയായിരുന്നു പ്രധാനമായും ജനങ്ങൾക്ക് ആകർഷിക്കാനിടയായത്. വില കുറഞ്ഞതും എന്നാൽ മികച്ച നിലവാരമുള്ളതുമായ മോഡലുകൾ വിപണിയിലേക്ക് എത്തിച്ച് BYD സാധാരണക്കാർക്കിടയിൽ സ്വീകാര്യത നേടി. ടെസ്ല ആഡംബര മോഡലുകളിലും സാങ്കേതിക മുന്നേറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ BYD സാങ്കേതിക വിദ്യ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി രംഗത്താണ് ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2020 മുതൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി അഥവാ ബ്ലൈഡ് ബാറ്ററികൾ സ്വയം നിർമ്മിക്കാൻ ആരംഭിച്ചു. ലിഥിയം അയൺ ബാറ്ററികൾ അമിതമായി ചൂടാക്കാനും തീപിടിക്കാനും സാധ്യത ഏറെയാണ്. എന്നാൽ ബ്ലൈഡ് ബാറ്ററികൾ കനം കുറഞ്ഞതും നീളമുള്ളതും കൂടുതൽ കാലം ഈട് നിൽക്കുന്നതുമായിരുന്നു. എല്ലാം കൊണ്ടും BYD ബഹുജന വിപണിയിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിച്ചു. ഒരിക്കൽ പരിഹസിച്ച എലോൺ മസ്കിന്റെ ടെസ്ലയെ BYD നിഷ്പ്രയാസം മലർത്തിയടിച്ചു. സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ചു. എലോൺ മസ്കും BYDയും തമ്മിലുള്ള മത്സരം വെറും ബിസിനസ് വൈരാഗ്യം മാത്രമല്ല, ഇലക്ട്രിക് വാഹന വ്യവസായത്തിന്റെ ഭാവി ദിശയെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടം കൂടിയാണ്. ഭാവിയിൽ ആരായിരിക്കും ഈ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.